ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് അപ്പുറത്തായിട്ട് എടക്കര ഒരു പാട്ടുത്സവം വന്നിട്ടുണ്ട്. നിലമ്പൂർ പാട്ട് പോലെ ഈ കാർണിവലൊക്കെ ഉള്ളൊരു സംഭവം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നമ്മളെ ഫാമിലി എല്ലാവരും ഉണ്ട്. കാറിലാണ് കേട്ടോ പോണത്. നമ്മളെ കാറിൽ എല്ലാവരെയും കൊള്ളാത്തത് കൊണ്ട് രണ്ടുപേര് ബൈക്കിലാട്ടോ വരുന്നത്. നമ്മൾ സച്ചു എൻ്റെ ബ്രദർ രണ്ടുപേരും ബൈക്കിലാണ് കേട്ടോ വരുന്നത്. നമ്മൾ തൊട്ട് ബാക്കിൽ തന്നെ അവരുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പാട്ടുത്സവം, എടക്കര പാട്ടുത്സവം. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടോ. ഇത് എടക്കര മുണ്ടയിലാണ് കേട്ടോ ഉള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാൾ കേട്ടോ, ബൈക്കുമ്പോൾ വരുന്നത് കണ്ട, ഹെൽമെറ്റൊക്കെ പിടിച്ച് വരുന്ന സച്ചു. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കയറി നോക്കട്ടെ കേട്ടോ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ്. ഇത് റീനു ഒരു കോളിഫ്ലവറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. നമ്മൾ റീനും കുഞ്ഞുമോനും സച്ചും കൂടി യന്ത്രോഞ്ഞാലിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇനി നമുക്ക് അവരുടെ കുറച്ച് എക്സ്പ്രഷൻസ് കാണാം.
എവിടെ പാട്ടുത്സവത്തിന് പോയാലും ഈ ഒരു മസാല എല്ലാവരും ഫേവറേറ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ നിലമ്പൂർ പാട്ടിനൊക്കെ ഇത് ഇഷ്ടം പോലെ കഴിക്കലുണ്ട്. അവിടുത്തെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവരെന്തിരഞ്ഞാലെന്നൊക്കെ ഇറങ്ങി നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ബോളും ബലൂണൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൽ എത്തിയിട്ടോ. നമുക്കിവിടെ ഫ്രീ പാർക്കിംഗ് ആണ് കേട്ടോ. അത് നല്ലൊരു സൗകര്യമായി കേട്ടോ. പാർക്കിങ്ങിൽ തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വരാനും പോകാനൊക്കെ നല്ല സിമ്പിളായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ്. പോണ വഴിയിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ആർക്കും ഫുഡ് വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇത് ഈ സച്ചുവിൻ്റെ ഒരു ചലഞ്ചാണ് കേട്ടോ. അവൻ പറഞ്ഞു ഞാൻ ഫസ്റ്റത്തെ കിക്കർ അടിക്കുമ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടാവുന്നു കേട്ടോ. പക്ഷേ 1 അല്ല 2 അല്ല 3 അല്ല കുറേ അടിച്ചിട്ടും വണ്ടി സ്റ്റാർട്ടായിട്ടില്ലേ. ചെക്കനാകെ ചമ്മി നിൽക്കുകയാണ്. ലാസ്റ്റ് ആനി വന്ന് സ്റ്റാർട്ടാക്കി കൊടുത്തതാണ് കേട്ടോ ഗൈസ്. ഗൈസ് നമ്മൾ കാറിൽ പോവുകയാണെങ്കിലും പ്രൊട്ടക്റ്റ് ആയിട്ട് പോകണം. ഇവിടെ തട്ടിയാലും നമുക്കൊന്നും പറ്റില്ല. കണ്ണു കുത്തിയാലൊന്നും പറ്റൂല ഗൈസ്, കണ്ടോ? ഓക്കെ ബൈ. അപ്പോൾ നമ്മളെ വീട്ടിലെത്തിയിട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നൊരു വ്ളോഗായിട്ട് വന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും എല്ലാവരും സപ്പോർട്ടും എല്ലാം വേണം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി വേറെ ആർക്കെങ്കിലൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇത് നമ്മളെ ചെറിയ ആങ്ങളെയാണ് കേട്ടോ. അപ്പോൾ ഇത് ആഫ്റ്റർ എഫക്റ്റ് ഓഫ് എടക്കര പാട്ടാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. കീപ് സപ്പോർട്ടിങ് ഗൈസ്. ബൈ ബൈ.